നവംബർ മാസം ഇറങ്ങാൻ പോകുന്ന കുറച്ച് സിനിമകൾ നമുക്ക് നോക്കാം. നവംബർ 7-ന് പ്രഡേറ്റർ ഫ്രാഞ്ചൈസിലെ പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ് ഇറങ്ങുന്നുണ്ട്. ഈ വർഷത്തെ രണ്ടാമത്തെ പ്രഡേറ്റർ മൂവിയാണിത്. നവംബർ 7-ന് തന്നെ റോഷൻ മാത്യുവിന്റെ ഇത്തിരി നേരം എന്ന റൊമാൻസ് മൂവി കൂടെ പുറത്തിറങ്ങുന്നുണ്ട്. അന്ന് തന്നെ അൽതാഫ് സലീമിന്റെയും അനാർക്കലിയുടെയും കോമഡി ഡ്രാമയായ ഇന്നസെന്റും റിലീസ് ആവുന്നുണ്ട്. പിന്നെ തെലുങ്കിൽ നിന്ന് രശ്മിക നായിക ആയിക്കൊണ്ട് ദ ഗേൾ ഫ്രണ്ട് കൂടെ ഇറങ്ങുന്നുണ്ട്. നവംബർ 14-ലേക്ക് നോക്കിയാൽ ലുക്മാന്റെ അതിഭീകര കാമുകൻ ആണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ നൗ യു സീ മീ നൗ യു ഡോണ്ട്. നൗ യു സീ മീ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ മൂവിയാണിത്. ഡയറക്ടർ വേറെയാണ്, ബട്ട് ഈ ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ആന്റിസിപ്പേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ മൂവിയാണിത്. അടുത്തത് തമിഴിൽ നിന്ന് DQന്റെ കാന്തയാണ്. ഒരു പീരീഡ് ഡ്രാമ മൂവിയാണിത്. 1950-കളിൽ ഒരു ഡയറക്ടറും നടനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഒക്കെയാണ് കാണിക്കുന്നത്. ഈ മാസം കാണാൻ കാത്തിരിക്കുന്ന മൂവീസിൽ ഒന്ന് തന്നെയാണിത്. അതേ ദിവസം ദ റണ്ണിംഗ് മാൻ എന്ന് പറഞ്ഞ ഒരു പടം കൂടെ ഇറങ്ങുന്നുണ്ട്. സ്റ്റീഫൻ കിങ്ങിന്റെ നോവലിനെ ബേസ് ചെയ്തെടുത്ത ഒരു സൈഫൈ ആക്ഷൻ മൂവിയാണിത്. പൈസയ്ക്ക് വേണ്ടി നായകൻ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതും അതിന്റെ റൂൾ അനുസരിച്ച് ലോകത്തെ ബാക്കി എല്ലാവരും ഇയാളെ കൊല്ലാൻ നോക്കുന്നതും ആൻഡ് ലൈവായിട്ട് ഈ സർവൈവൽ ടെലികാസ്റ്റ് ചെയ്യുന്നതും ഒക്കെയാണ് കഥ. അർണോൾഡിനെ വെച്ച് 1987-ൽ ഇതേപോലെ ഒരു സെയിം മൂവി ഇറക്കിയിട്ടുണ്ട്. അടുത്തത് നവംബർ 21 ഇറങ്ങാൻ പോകുന്ന വിലായത്ത് ബുദ്ധയാണ്. വിലായത്ത് ബുദ്ധ എന്ന നോവലിനെ ബേസ് ചെയ്തെടുക്കുന്ന പൃഥ്വിരാജ് മൂവിയാണിത്. ചന്ദനക്കടത്തും കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു ആക്ഷൻ മൂവി കൂടെയാണിത്. സീസു റോഡ് ടു റിവെഞ്ച് എന്ന് പറഞ്ഞ ഒരു വാർ ആക്ഷൻ മൂവി കൂടെ ഇറങ്ങുന്നുണ്ട്. സീസു എന്ന 2022-ൽ ഇറങ്ങിയ പടത്തിന്റെ സീക്വലാണിത്. നവംബർ 21 തന്നെ പരംവീർ ചക്ര കിട്ടിയ മേജർ ഷൈത്ത സിംഗ് ഭാട്ടിന്റെ കഥ പറയുന്ന 120 ബഹദൂർ എന്ന പടം കൂടെ ഇറങ്ങുന്നുണ്ട്. അന്ന് തന്നെയാണ് ഈ മാസം ഞാൻ മോസ്റ്റ് ആന്റിസിപ്പേറ്റ് ആയിട്ട് കാത്തിരിക്കുന്ന മമ്മൂട്ടി വിനായകൻ ചിത്രം കലംകാവൽ ഇറങ്ങുന്നത്. മമ്മൂട്ടി സൈനൈഡ് മോഹൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് മിസ്സാക്കാതെ കാണണം എന്നുള്ള ഒരു പടം കൂടെയാണിത്. ആൻഡ് നവംബർ 28-ന് ധനുഷിന്റെ തേരെ ഇഷ്ക് എന്ന് പറഞ്ഞൊരു ബോളിവുഡ് പടം കൂടെ ഇറങ്ങുന്നുണ്ട്. അന്ന് തന്നെ ആനിമേറ്റഡ് മൂവി സൂട്ടോപ്പിയയുടെ സെക്കൻഡ് പാർട്ടായ സൂട്ടോപ്പിയ 2 കൂടെ ഇറങ്ങുന്നുണ്ട്.